കൊല്ലം പുനലൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടം അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് കിട്ടിയിരിക്കുകയാണ്. സർവീസ് സെന്ററിന്റെ കോൺക്രീറ്റ് പാളി ലോറിക്ക് മുകളിലേക്ക് വീണാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സർവീസ് സെന്റർ ജീവനക്കാരനായ വന്മള സ്വദേശി സിജു തോമസിന് ജീവൻ നഷ്ടമായിരുന്നു. ശരിക്കും പേടിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇപ്പം മഴക്കാലം തുടങ്ങിയിട്ടില്ല കേരളത്തിൽ, വേനൽ മഴയാണ്. ആ മഴയിൽ അല്ലെങ്കിൽ ആ കാറ്റിലാണ് ഈ ഒരു കെട്ടിടം അതിൻ്റെ മുകളിൽ അത് തകർന്നു വീണത്. നോക്കൂ, അത് പൂർണ്ണമായും അതിന് കാലപ്പഴക്കമുണ്ട് എന്നുള്ളത് അതിൻ്റെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്നാലും ഇങ്ങനെയൊക്കെ തകർന്നു വീഴുമോ? ഒരു ജീവൻ, സർവീസ് സെന്റർ ജീവനക്കാരനായ സിജു തോമസിനെ നമുക്ക് നഷ്ടമാവുകയും ചെയ്തു ഈ അപകടത്തിൽ. രാഹുൽ ജി നാഥ് ഉണ്ട്. രാഹുൽ, പറയൂ. ആര്യ പങ്കുവെച്ച അതേ ആശങ്ക തന്നെയാണ് ഈ ഒപ്പം അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരും പങ്കുവെച്ചത്. അതിലൊരാൾ ആ ദിവസം തന്നെ നമ്മോട് പ്രതികരിക്കുകയും ചെയ്തു. കാരണം ഈ മഴ പെയ്ത ഘട്ടത്തിലാണ് സിജു തോമസ് ലോറിക്കുള്ളിലേക്ക് കയറിയിരുന്ന് ഈ ചുറ്റുപാടും വെള്ളം നിറഞ്ഞ വലിയ കോൺക്രീറ്റ്, ഈ ചുറ്റുപാടും വെള്ളം നിറഞ്ഞ ശേഷമാണ് ആ കോൺക്രീറ്റ് പാടി ഉൾപ്പെടെ ഇത്തരത്തിൽ ലോറിയുടെ മുകളിലേക്ക് വീഴുന്നത്. നമുക്ക് പിറകുവശം മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഫ്രണ്ടിലെ ക്യാബിൻ മുഴുവൻ തകർന്നു പോകുന്ന തരത്തിലായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. എങ്ങനെ വീണു എന്ന ഒരാശ്ചര്യമായിരുന്നു, എന്ന അങ്കലാപ്പായിരുന്നു ആ ഘട്ടത്തിൽ നമുക്ക് ആ ഫീൽഡിൽ പോയി നിൽക്കുമ്പോൾ തോന്നിയത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. മഴ പെയ്യുന്നു, ഉച്ച മുതൽ വലിയ മഴയായിരുന്നു. അതിനുശേഷം ആ പ്രദേശത്ത് വെള്ളം കെട്ടി. ആര് സൂചിപ്പിച്ചതുപോലെ കെട്ടിടത്തിൻ്റെ ബലക്ഷയം ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടം ഈ പറയുന്നതുപോലെ തൂണും തകർത്തുകൊണ്ട് ഇങ്ങനെ ലോറിക്ക് മുകളിലേക്ക് വീഴുകയാണ്. യഥാർത്ഥത്തിൽ ആ ലോറിക്ക് സമീപത്ത് 2 സ്കൂട്ടറുകളുണ്ട്, ഒരു ബസ്സുണ്ട്. അതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. പലരും ഈ അഗ്നിരക്ഷാസേന നിന്നത് ഈ ബസ്സിൻ്റെയും സ്കൂട്ടറിൻ്റെയും മുകളിലുള്ള കോൺക്രീറ്റ് പാളിക്ക് മുകളിലാണ്. ഇപ്പോഴാണ് എങ്ങനെ അപകടം ഉണ്ടായി എന്നുള്ള കാര്യത്തിന് വ്യക്തത വരുന്നത്. അപ്പോഴും ഒരു ജീവനാണ് അവിടെ നഷ്ടമായത്. ഇത് പൊളിഞ്ഞു വീടില്ല എന്ന ഉറപ്പോടുകൂടി, വിശ്വാസത്തോടുകൂടി മഴ കൊള്ളണ്ട എന്ന് കരുതി അകത്ത് നിന്ന ഒരാൾക്കാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ശരി.